So obviously ഒരു ERP സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോഴത്തേക്കും there is different level of skills required. Obviously technical knowledge അല്ലാതെ what is the additional skill or talent level that you've included in Invax software? ആക്ച്വലി ഇൻവാക്സ് എന്നല്ല എനിക്കൊന്ന് ഏതൊരു ERP സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോഴും അവർക്ക് വേണ്ട ഒരു കാര്യം ആ മാനേജ്മെൻറ്റ് സ്കിൽ ആൻഡ് അക്കൗണ്ടിങ് നോളജാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഓരോ ദിവസവും വരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ലോസിൽ വരുന്ന മാറ്റങ്ങൾ പ്ലസ് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഏത് ഇൻഡസ്ട്രിക്കാണ്, അവർക്ക് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കുന്ന ഒരു മാനേജ്മെൻറ്റ് സ്കില്ല് വേണം. ഇതെല്ലാം കൂടി ഒരു മിക്സപ്പാണ് ഒരു ബെറ്റർ ERP പ്രൊവൈഡർ ആക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഞാൻ വലിയൊരു കോഡിംഗ് നോളജ് ഒരാളാണെന്ന് കരുതി എനിക്കൊരിക്കലും നല്ല ERP ഉണ്ടാക്കിക്കൊള്ളുന്ന നിർബന്ധമില്ല. മീൻ ടൈം എനിക്ക് ഭയങ്കര മാനേജ്മെൻറ്റ് സ്കില്ലുണ്ട്, എനിക്ക് കോഡിംഗ് നോളജ് ഇല്ലെങ്കിലും എനിക്ക് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ് ആക്ച്വലി ഇൻവാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻവാക്സിൻ്റെ ഡയറക്ടർ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്ലെൻഡ് എന്ന് ഇപ്പോൾ അക്കൗണ്ടിങ് നോളജ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഡൊമൈനിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്കിൽസിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവരുണ്ട്, കൂടാതെ കോഡിങ്ങിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവരുണ്ട്. ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ്. പലപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഈ വായിച്ചുള്ള തിയറി നോളജിനേക്കാൾ ഉപരി ഓരോ ക്ലയൻസിൻ്റെ അടുത്തും ചെന്ന് അവരുടെ പെയിൻസ് മനസ്സിലാക്കി അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേ ഔട്ട്സ് നമ്മൾ ഫൈൻഡ് ചെയ്ത് അവരുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. അതിനെയാണ് പിന്നെ നമ്മൾ കോഡിങ്ങിലേക്ക് പോകുന്നത്. അവിടെ ഓക്കെ ഒബിയസ്ലി നമ്മുടെ നോളജും അല്ലെങ്കിൽ കോഡിങ്ങിൻ്റെ സ്കെയിലബിലിറ്റിയൊക്കെ ഉപയോഗിച്ച് അതിന് ഏറ്റവും ബെറ്റർ സൊല്യൂഷൻസിലേക്ക് കൊണ്ടുപോകുന്നു. അതല്ലാതെ റിസർച്ച് വിങ്ങിരുന്ന് എവിടെ പ്രശ്നങ്ങൾ പഠിച്ച് അത് നമ്മൾ കോഡ് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുന്ന രീതിയേക്കാൾ ഉപരി കസ്റ്റമറിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മളെ സഹായിക്കുന്നത്. കോഡിങ്ങിനേക്കാൾ ഉപരി അവിടെയാണ്. ഇപ്പോൾ നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ ടീമാണെങ്കിൽ ഒരു പരിധിവരെ ഇപ്പോൾ ഇൻവാക്സ് പ്രത്യേകിച്ച് ഒരു ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് വെറുതെ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷനേക്കാൾ ഉപരി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അവിടെ ഗ്യാപ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ഫൈൻഡ് ചെയ്യാം, അവരോടൊപ്പം ചേർന്ന് അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് ഈ ക്ലയൻസിനോടൊപ്പം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല ഓണേഴ്സും, ഞാനതൊരു കുറ്റമായിട്ട് പറയുന്നില്ല, അവരെ സംബന്ധിച്ചോളം കാശ് മുടക്കി ഒരു ERP എടുത്താൽ എൻ്റെ റോള് കഴിഞ്ഞു എന്നാണ്. അങ്ങനെയല്ല, ഞാൻ വിശ്വസിക്കുന്നത് കാശ് മുടക്കുന്നതിനേക്കാൾ ഉപരി ആ ERPയുടെ ഇംപ്ലിമെൻറ്റേഷൻ കഴിയുന്നത് വരെ അതിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത്. കാരണം ഒരു സ്ഥാപനത്തെക്കുറിച്ച് അവിടുത്തെ ഒരു ഓണർക്കല്ലാതെ വേറെ ആർക്കും കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. എത്ര എക്സ്പീരിയൻസ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ പോലും അവിടെ പെയിനായിട്ടുള്ള ഏരിയാസ് ഏറ്റവും കൂടുതൽ കവർ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഓണേഴ്സിനായിരിക്കും. പലരുടെ വിചാരം ERP ഞാൻ കാണാതെ പഠിക്കലാണ് എൻ്റെ പണി. അതല്ല, അവിടെ ഇഷ്യൂസ് കറക്റ്റായിട്ട് ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ, ഇത് ഏതെങ്കിലും ഈസി വേ ഔട്ട്സ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചിലപ്പോൾ അവരവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനൊരു ഈസി വേ ഔട്ട്സ് കൊടുക്കാറുണ്ട്. ഇനിഷ്യലി അവർക്ക് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ ഇത്രയും കാലം ഡബിൾ പണിയാണല്ലോ ചെയ്തതെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ചില തർക്കങ്ങളൊക്കെ അവിടെ വരാറുണ്ട്. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്യാൻ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് സ്കില്ലൊക്കെ നമ്മൾ സഹായിക്കാറുണ്ട്. So our marriage of experience in accounting with good technical and skill ഉള്ളതാണ് ഇതിൻ്റെ ബ്ലെൻഡ്. ഇൻവാക്സിൻ്റെ സക്സസ്സും അതാണ്. വെരി ഗുഡ്.